അങ്ങനെ നമ്മുടെ ആദർശ് നമ്മുടെ നയനയ്ക്ക് വേണ്ടിയിട്ട് ഒരു അട്ടിപ്പൊളി ഗിഫ്റ്റ് വാങ്ങിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ്. നല്ല സൂപ്പർ ഒരു നെക്ലസ് വാങ്ങിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ്. ആ നെക്ലസിൻ്റെ പേരിൽ നമ്മുടെ അനന്തപുരിയിൽ പൊട്ടിത്തെറികൾ ഉണ്ടാകുമോ, അടിപിടികൾ ഉണ്ടാകുമോ എന്നൊക്കെ നമുക്ക് പറയാം. അപ്പോൾ അതിലേക്കൊക്കെ പോകുന്നതിന് മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നമ്മുടെ റിവ്യൂയിലേക്ക് പോകാം. അങ്ങനെ നമ്മുടെ ജലജ പറയുകയാണ്, മൊബൈൽ ഫോൺ ചാർജ് കുത്തിയിട്ടിരുന്ന സംഭവമാണ്. ജലജ പറയുകയാണ്, എടി നീ എല്ലടി മനഃപൂർവ്വം ചെയ്തു വെച്ചത്. ഞാൻ എൻ്റെ മൊബൈലിൽ ചാർജ് കുത്തിയിട്ടിട്ടായിരുന്നു മാറിപ്പോയിരുന്നത്. ദേ ഇപ്പോൾ അതിൽ നിന്നൊക്കെ മാറ്റി ഊരിയിട്ടിരിക്കുന്നു. എന്നിട്ട് മനഃപൂർവ്വം നീ ചെയ്തതല്ലേ, ഞാനിത് എടുത്ത് കുത്തുമ്പോൾ എന്നെ ഷോക്ക് അടിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്തതല്ലേടി എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പം നയന പറയാണ്, ഞാനങ്ങനെയൊന്നും ചെയ്യില്ല, ഞാൻ എങ്ങനെ ആരെയും ദ്രോഹിക്കാൻ വേണ്ടിയിട്ട് ഒന്നും ചെയ്യില്ല. അത് ആദർശേട്ടനും അറിയാം, അല്ലെങ്കിൽ ആദർശേട്ടനോട് ചോദിച്ചു നോക്ക്. ഇല്ല ആദർശേട്ട എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ആദർശ് ഇങ്ങനെ ഒന്നും മിണ്ടാണ്ട് നിൽക്കുകയാണ്. എന്നിട്ട് നമ്മുടെ ആദർശ് പറയാണ്, എന്തായാലും അപ്പച്ചിക്കൊന്നും സംഭവിച്ചില്ലല്ലോ, പിന്നെ അതങ്ങ് വിട്ടേരെ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ജലജ പറയാണ്, പിന്നെ എനിക്ക് സംഭവിക്കാതെ നീ എടുത്തെറിഞ്ഞ പൂച്ചട്ടി എൻ്റെ തലയിലല്ലേ വീണത്, എൻ്റെ തല മുഴച്ചു, അതൊന്നും നിനക്കൊരു പ്രശ്നമല്ലല്ലോ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ആദർശ് പറയാണ്, പോട്ടെ അപ്പച്ചി അത് വിട്ടേരെ, എന്തായാലും ആർക്കും ഒന്നും സംഭവിച്ചില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ആദർശ് അങ്ങോട്ട് നടക്കുകയാണ്. അപ്പോൾ ആ സമയത്തിന് നമ്മുടെ നയന പോകാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കും നമ്മുടെ ജലജ ചോദിക്കുകയാണ്, ഇപ്പം നിനക്ക് സമാധാനമായില്ലോടി, ഇങ്ങനെയൊക്കെ ആണെങ്കിലേ നീയൊക്കെ ചേർന്ന് എന്നെ കൊല്ലാനും മടിക്കില്ലല്ലോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പം നയന പറയുകയാണ്, ഞാനായിട്ട് ആരെയും കൊല്ലാനൊന്നും പോകുന്നില്ല, പിന്നീട് കയ്യിരിപ്പ് ശരിയല്ലെങ്കിലേ ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ വന്ന് കൊന്നു എന്നൊക്കെ ഇരിക്കും എന്നിങ്ങനെ പറയുകയാണ്. എന്നാൽ ഇങ്ങോട്ട് വന്ന് കൊല്ലടി എന്നിങ്ങനെ പറയുകയാണ്. നയന പറയണേ, എനിക്കതിൻ്റെ ആവശ്യമില്ല, എനിക്കതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നയന അങ്ങ് പോവുകയാണ്. അങ്ങനെ നമ്മുടെ ജലജയ്ക്കാണെങ്കിൽ അരിച്ച മൂത്തിട്ട് ഇങ്ങനെ അത് നോക്കി അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. അതേസമയം ആദർശ് നേരെ മൂർത്തീസ് ജ്വല്ലറിയിലേക്ക് വരികയാണ്. നമ്മുടെ പവിത്ര അവിടെയുണ്ട്. പവിത്ര ഇങ്ങനെ വർക്കുകളൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ ആദർശ് വരുന്നത്. അപ്പോഴത്തേക്ക് നമ്മുടെ മാനേജരും അങ്ങോട്ടേക്ക് വരികയാണ്. അപ്പോൾ എന്താ നമ്മുടെ ആദർശിനോട് നമ്മുടെ പവിത്ര പറയുകയാണ്, എന്തായാലും ഈ പറയുന്ന പോലെ നയന മാഡം വരച്ച ആ ഡിസൈനൊക്കെ ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഇപ്പോൾ പുതിയ കുറച്ച് ഡിസൈനും കൂടി വേണമെന്ന് അവർ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. എന്ന് വെച്ചാൽ നേരത്തെ നയന മാഡം വരച്ച ഡിസൈനിൽ നിന്നും കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറച്ച് ഡിസൈനും കൂടി വേണമെന്നാണ് പറയുന്നത് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ആദർശ് പറയണം, അതിനെന്താ കൊടുക്കാമല്ലോ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ആ സമയത്തിന് നമ്മുടെ മാനേജർ പറയുകയാണ്, എന്തായാലും ആദർശ് സാറേ, എന്തായാലും ഇപ്പോൾ ഈ സമയത്ത് കല്യാണമൊക്കെ കുറവായതുകൊണ്ട് ഓർഡറുകളൊക്കെ കുറവായിരുന്നു. പക്ഷേ ഇപ്പോൾ വന്നിരിക്കുന്നത് ആ അമേരിക്കൻ കമ്പനിയില്ലേ, അത് കോടികളുടെ ബിസിനസ്സാണ് ഇപ്പോൾ നമുക്ക് നടന്നിരിക്കുന്നത്. അതുകൊണ്ട് നമുക്കിപ്പോൾ സീസൺ അല്ലാത്തതിൻ്റെ കുഴപ്പമൊക്കെ ഇതിലങ്ങ് കവർ ചെയ്ത് പോവും എന്നിങ്ങനെ പറയുകയാണ്. അതിനുശേഷം നമ്മുടെ ആദർശ് പറയുകയാണ്, എന്തായാലും നയന വളരെ ബ്രില്യൻ്റ് ആയ ഒരു പെൺകുട്ടിയാണ്, അവൾക്ക് അർഹതപ്പെട്ട അംഗീകാരം തന്നെ കൊടുക്കണം എന്നിങ്ങനെ പറയുകയാണ്. അവൾക്ക് അർഹതപ്പെട്ട അംഗീകാരം നമ്മൾ കൊടുക്കുക തന്നെ വേണം എന്നിങ്ങനെ ആദർശ് പറയുകയാണ്. അപ്പോൾ നമ്മുടെ പവിത്ര പറയുകയാണ്, അത് അംഗീകാരം അർഹതപ്പെട്ട ആർക്കും അംഗീകാരം കൊടുക്കണം സാർ, അതങ്ങനെ തന്നെ വേണം എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ആ സമയത്തിന് നമ്മുടെ മാനേജർ പറയുകയാണ്, അത് ആദർശ് സാർ, അഭിസാറിന് നല്ല വിഷമമുണ്ട്, അഭിസാറിനെ സാധാരണ ഒരു തൊഴിലാളിയുടെ ആ ഒരു ലേബലിലാക്കിയതിൽ അഭിസാറിന് നല്ല സങ്കടമുണ്ട് എന്നിങ്ങനെ പറയുകയാണ്. ആ പോസ്റ്റിൽ നിന്നും ഒന്ന് മാറ്റി അഭിക്ക് കുറച്ചുകൂടി മെച്ചപ്പെട്ട ഒരു ജോബ് കൊടുക്കാനാണ് പുള്ളിക്കാരൻ പറയുന്നത്. അത് കേൾക്കുമ്പോൾ ആദർശ് പറയുകയാണ്, അവനെ ആ ഒരു പോസ്റ്റിൽ, അത്രയും താഴെയുള്ള ഒരു പോസ്റ്റിൽ അവനെ കൊണ്ടിരുത്തിയത് മറ്റൊന്നിനും വേണ്ടിയിട്ടല്ല, അങ്ങനെയെങ്കിലും അവൻ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി എടുക്കട്ടെ എന്ന് കരുതിയിട്ടാണ് അവനെ അവിടെ കൊണ്ടിരുത്തിയത്. എന്നിട്ടും കാര്യമായിട്ട് പ്രയോജനമൊന്നുമില്ലല്ലോ, അവൻ എന്നിട്ട് സ്ഥിരമായിട്ടെങ്ങും വരത്തുകൂടിയില്ല എന്നിങ്ങനെ ആദർശ് പറയുകയാണ്. അപ്പോൾ നമ്മുടെ ഈ പറയും പോലെ അപ്പോൾ നമ്മുടെ മാനേജർ പറയുകയാണ്, സാർ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്തുകൂടെ, അഭിസാറിനെ കുറച്ചുകൂടി നല്ല പോസ്റ്റിൽ കൊടുത്തുകൂടെ എന്നിങ്ങനെ ചോദിക്കുകയാണ്. നമ്മുടെ നടത്തിപ്പുകാരൻ പറയുകയാണ്, കുറച്ചുകൂടി നല്ല പോസ്റ്റിൽ അഭിക്ക് കൊടുത്തുകൂടെ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ആദർശ് പറയണം, അങ്ങനെ എല്ലാവരും എം ഡി കസേരയിലിരുന്ന് കറങ്ങിയിട്ടൊന്നും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, ആദ്യം കാര്യങ്ങളൊക്കെ നന്നായിട്ട് മനസ്സിലാക്കണം, പിന്നെ അങ്ങനെ ചുമ്മാതെ വന്ന് ഇവിടെ ഇരുന്നിട്ട് പോവേണ്ട കാര്യമൊന്നുമില്ലല്ലോ,
അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ആദർശ് ഇങ്ങനെ ഒഴിഞ്ഞു മാറുകയാണ്. അതിനുശേഷം നമ്മുടെ പവിത്രയോട് പറയാണ്, പവിത്ര ഇപ്പോൾ വന്ന കറക്ഷൻസൊക്കെ എനിക്കൊന്ന് കാണണം എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ പവിത്ര പറയണം അതിനെന്താ കാണിച്ചു തരാമല്ലോ എന്നിങ്ങനെ പറയുകയാണ്. പെട്ടെന്ന് ആദർശ് ഇങ്ങനെ നയനയെ ഓർക്കുകയാണ്. നയന അവിടെ ഇരുന്ന് ഡിസൈൻ ചെയ്ത കാര്യമൊക്കെ, അതായത് അഭിയാണ് വരച്ചതെന്ന് അഭിയുടെ ഭാഗത്തുനിന്ന് വാദിക്കപ്പെടുമ്പോൾ നയനയാണ് വരച്ചതെന്ന് നമ്മുടെ കനകയും അതുപോലെ നവ്യയൊക്കെ അവകാശപ്പെടുന്ന സമയത്തിന് മുത്തശ്ശൻ 2 പേരോടും ഡിസൈൻ വരയ്ക്കാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം നമ്മുടെ നയന അവിടെ ഇരുന്ന് വരച്ചില്ലേ, ആ ഒരു സംഭവങ്ങളൊക്കെ നമ്മുടെ ആദർശ് ഓർക്കുകയാണ്. അപ്പോൾ ആദർശിന് മനസ്സിൽ വിചാരിക്കുകയാണ്, എന്തായാലും നയനയ്ക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കാം, എന്തായാലും കാശൊന്നും അവൾ വാങ്ങിക്കില്ല, പിന്നെ ഇത്രയും വലിയൊരു ഓർഡർ നമുക്ക് പിടിച്ചു തന്നിട്ട് അവൾക്ക് ഒരു ഗിഫ്റ്റും കൊടുക്കാതിരിക്കുന്നത് ശരിയല്ല, അർഹതപ്പെട്ടത് തന്നെ അവൾക്ക് കൊടുക്കണം എന്നിങ്ങനെ നമ്മുടെ ആദർശ് മനസ്സിൽ വിചാരിക്കുകയാണ്. അതേസമയം വീട്ടിലാണെങ്കിലോ നയന മുറിയിൽ ഇങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ആ സമയത്തിനാണ് ആദർശ് മുറിയിലേക്ക് വരികയാണ്. അപ്പോൾ ആദർശ് വന്ന ഉടനെ നയനയോട് ചോദിക്കുകയാണ്, ആഹാ നയന നീ ഇവിടെ എന്തെടുക്കുക എന്നിങ്ങനെ ചോദിക്കുകയാണ്. ഒന്നുമില്ല ആദർശേട്ടാ എന്നിങ്ങനെ പറയുകയാണ്. കൊണ്ടുവന്ന ബാഗ് കട്ടിലിൻ്റെ പുറത്ത് വെച്ചിട്ട് ആ ബാഗിനകത്തുനിന്ന് ഒരു കുഞ്ഞു ഒരു ജ്വല്ലറിയുടെ ഒരു ബോക്സ് എടുക്കുകയാണ്. അതിനകത്ത് നിന്നും ഒരു നെക്ലസ് എടുക്കുകയാണ്. എന്നിട്ട് നയനയുടെ കയ്യിൽ കൊടുക്കുകയാണ്. ഇതാ നയന, ഇത് ഞാൻ നിനക്ക് വാങ്ങിയ ഒരു ഗിഫ്റ്റാണ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് നയന ചോദിക്കുകയാണ്, ആദർശേട്ടൻ എനിക്ക് പൈസ വച്ച് നീട്ടിപ്പോൾ ഞാനത് വാങ്ങാതിരുന്നത് കൊണ്ടാണോ, അതായത് എനിക്ക് പൈസ തരാമെന്ന് പറഞ്ഞപ്പോൾ ഞാനത് നിരസിച്ചത് കൊണ്ടാണോ എനിക്കിപ്പോൾ ഗിഫ്റ്റ് വാങ്ങിച്ചുകൊണ്ട് തന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ആദർശ് പറയുകയാണ്, അർഹതപ്പെട്ടവർക്ക് അംഗീകാരം കൊടുക്കുക തന്നെ വേണം, അത് നീ പൈസ വാങ്ങിച്ചില്ലെങ്കിൽ അത് കുഴപ്പമില്ല, പക്ഷേ ഇതെങ്കിലും ഞാൻ നിനക്ക് തരണ്ടേ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നോക്കുമ്പോഴത്തേക്ക് അത്രയും വലിയൊരു നെക്ലസ് കാണുമ്പോഴത്തേക്കും നയന അന്തം വിട്ടു പോവാണ്. നയന ചോദിക്കുകയാണ്, ഇത്രയും വലിയ നെക്ലസോ, എനിക്കെന്തിനാ ആദർശേട്ടാ ഇത്രയും വലിയ സമ്മാനമൊക്കെ? നയനെ നീ ചെയ്തു തന്ന ആ ഒരു ഉപഹാരമില്ലേ, അതിൻ്റെ പേരിൽ കോടികളുടെ ഓഫറാണ് നമുക്ക് കിട്ടിയത്. പക്ഷേ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ, ആ കിട്ടിയ ലാഭം വെച്ച് നോക്കുമ്പോൾ അതിൽ ഒരംശം പോലും ഇതാവുന്നില്ല എന്നിങ്ങനെ പറയുകയാണ്. ഇത് എത്ര ഉണ്ടാവും ആദർശേട്ടാ എന്നിങ്ങനെ ചോദിക്കണം. എന്നിട്ട് നയന പറയാണ്, ഇത് ഒരു 10, 11, 12 പവൻ അടുപ്പിച്ച് വരില്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ആദർശ് പറയുകയാണ്, നിനക്ക് എല്ലാ കാര്യത്തിലും നല്ല മുൻവിധി ഉണ്ടല്ലോ, ശരിക്കും നീ പറഞ്ഞത് ഏകദേശമൊക്കെ ശരി തന്നെയാണ്, 11.5 പവനുണ്ട് എന്നിങ്ങനെ ആദർശ് പറയണം. അയ്യോ അപ്പോൾ ഒരു 5-6 ലക്ഷം രൂപയായി കാണില്ലേ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ആദർശ് പറയണം, അതിനെന്താ കുഴപ്പം, ഇതിപ്പോൾ ഞാൻ കാശൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ, നമ്മുടെ ജ്വല്ലറി അല്ലേ, എനിക്കിഷ്ടപ്പെടുന്ന ഗോൾഡ് എനിക്ക് എടുത്തുകൊണ്ട് വരാമല്ലോ, ഞാൻ ഇതിനു മുമ്പ് അമ്മയ്ക്കും ഇതുപോലെയുള്ള ഗിഫ്റ്റുകളൊക്കെ കൊണ്ട് കൊടുത്തിട്ടുണ്ട് എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ നമ്മുടെ നയന പറയുകയാണ്, എന്നാൽ ഇത് ഞാനൊന്ന് ഇട്ട് നോക്കട്ടെ ആദർശേട്ടാ എന്നിങ്ങനെ പറയണം. അപ്പോൾ ആദർശ് പറയണം, നിനക്കിടാനല്ലേ വാങ്ങി തന്നത്, നീ പിന്നെ കൊണ്ടുവന്ന് പൂട്ടി വയ്ക്കേണ്ട ആവശ്യം എന്താ, നിനക്ക് എത്ര സമയം ഇടണമെന്ന് വെച്ചാൽ അത്രയും സമയം നീ ഇട്ടോ, അത് കഴിയുമ്പോൾ നീ ഊരി വെച്ചോളൂ എന്നിങ്ങനെ പറയണം. അങ്ങനെ നമ്മുടെ നയന നെക്ലസ് എടുത്ത് ഇങ്ങനെ വെച്ചിട്ട് പറയണം, ആദർശൻ്റെ ബാക്കിൽ ഇതിൻ്റെ കൊളുത്തൊന്ന് ഇട്ട് തരാൻ പറയണം. അങ്ങനെ ആദർശൻ്റെ കൊളുത്തൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. നല്ല രസമുണ്ട് അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ണാടിയിലൊക്കെ പുള്ളിക്കാരത്തെ നോക്കുകയാണ്. എന്നിട്ട് നേരെ താഴേക്ക് ഇറങ്ങി വരികയാണ്. താഴേക്ക് ഇറങ്ങി വരുന്ന സമയത്തിന് അവിടെ നമ്മുടെ ദേവയാനിയുണ്ട്, ജലജ ഇരിപ്പുണ്ട്. അപ്പോൾ ആ സമയത്തിന് താഴേക്ക് ഇറങ്ങി വരികയാണ്. എന്നിട്ട് നമ്മുടെ നയന നോക്കുമ്പോൾ നമ്മുടെ കനക അവിടെ ഇരിക്കുകയാണ്. കനക നമ്മുടെ നയനെ കണ്ടുകൊണ്ടന്നെ, ആഹാ മോളെ, കഴുത്തിൽ പുതിയ നെക്ലസ്സൊക്കെ കിടക്കുന്നുണ്ടല്ലോ, അയ്യോ ഇത് കൊള്ളാലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പിടിച്ച് നോക്കുകയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, മോളെ ഇത് ആരാ ഇതിപ്പോൾ വാങ്ങിച്ചുകൊണ്ട് വന്നത്? അതെനിക്ക് ആദർശേട്ടൻ ഗിഫ്റ്റായിട്ട് വാങ്ങിച്ചുകൊണ്ട് തന്നതാണമ്മേ എന്നിങ്ങനെ പറയുകയാണ്. അയ്യോ ഇത്രയും വലിയ നെക്ലസോ എന്നൊക്കെ പറഞ്ഞിട്ട് നോക്കുകയാണ്. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നമ്മുടെ ജലജയുടെ കണ്ണൊക്കെ ബൾബാവുകയാണ്. ജലജ പറയുകയാണ്, ഇവൾ ആവശ്യപ്പെട്ട് കാണും, അതായിരിക്കും അവൻ ഇത് വാങ്ങിച്ചുകൊണ്ട് വന്നത് എന്നിങ്ങനെ പറയുകയാണ്. അത് പറയുന്ന സമയത്തിന് ശരിക്കും പറയുകയാണെങ്കിൽ ഇവർ നയന താഴേക്ക് ഇറങ്ങി വരുന്നതിന് തൊട്ട് മുമ്പ് നമ്മുടെ ദേവയാനിയും നമ്മുടെ ജലജയും കൂടി ചേർന്നിട്ട് ഓർണമെൻറ്റ്സ് മാറ്റുന്നതിനെ കുറിച്ചൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മുടെ ദേവയാനി പറയുന്നുണ്ടായിരുന്നു, അനിയുടെ ഭാവി വധുവിന് കുറച്ച് ഓർണമെൻറ്റ്സൊക്കെ എടുക്കാനായിട്ട് ജ്വല്ലറിയിൽ പോകണം. അപ്പോൾ ആ സമയത്തിന് എൻ്റെ കുറേ നെക്ലസ്സുകളും വളകളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് മാറ്റി വേറെ വാങ്ങണം എന്നിങ്ങനെ ദേവയാനി പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ജലജ പറയുന്നുണ്ടായിരുന്നു, എൻ്റെതും കുറച്ച് പൊട്ടിയതൊക്കെ ഇരിപ്പുണ്ട്, അതൊക്കെ മാറ്റി വാങ്ങണമെന്ന് നമ്മുടെ ജലജയും പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ നയന പുതിയ നെക്ലസ് ഇട്ട് താഴേക്ക് ഇറങ്ങി വരുന്നത്. അങ്ങനെ നമ്മുടെ കനക പറയണം, മോളെ നന്നായിട്ടുണ്ട്, ഇത് നല്ല നെക്ലസ്, അതെനിക്ക് ആദർശേട്ടൻ ഗിഫ്റ്റായിട്ട് തന്നതാണ് എന്നിങ്ങനെ പറയുകയാണ്.
അപ്പോഴാണ് നമ്മുടെ ജലജയ്ക്ക് അസൂയ മൂക്കാണ്. ജലജ പറയാണ്, ഇവളെ ആവശ്യപ്പെട്ട് കാണും, അതായിരിക്കും തന്നിട്ടുള്ളത് എന്നിങ്ങനെ കൊടുത്തിട്ടുള്ളത് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് ദേവയാനി പറയാണ്, സത്യം പറഞ്ഞതിനെ ഇത് നീ ആദർശിനോട് വേണമെന്ന് പറഞ്ഞിട്ടല്ലേ അവൻ കൊണ്ടു തന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ നയന പറയാണ്, അമ്മേ അതല്ലേ ഞാൻ അമ്മയോട് പറഞ്ഞത് ഗിഫ്റ്റായിട്ട് കൊണ്ടു തന്നതാണെന്ന്. ഗിഫ്റ്റ് ആരെങ്കിലും ചോദിച്ചിട്ടാണോ അമ്മയെ കൊണ്ടു തരുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഇത് എത്ര പവൻ വരും, ഇതൊരു 10 പവനെങ്കിലും വരില്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ് നമ്മുടെ ജലജ. അപ്പോൾ ആ സമയത്തിന് നയന പറയുകയാണ്, ഇത് 10 അല്ല, ഇത് 11.5 പവനുണ്ട് എന്നിങ്ങനെ പറയുകയാണ്. അത് കേൾക്കുമ്പോൾ ദേവയാനിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ ആ സമയത്തിന് ദേവയാനി ചോദിക്കണം, അല്ല അവനെന്തിനാ ഇത്രയും കൂടിയ മാലയൊക്കെ നിനക്ക് വാങ്ങിച്ചുകൊണ്ട് തന്നത്, അതിൻ്റെ ആവശ്യം എന്താ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കനക പറയാണ്, അതിനെന്താ, ഭർത്താവ് ഭാര്യയ്ക്കൊരു ഗിഫ്റ്റ് വാങ്ങിച്ചത് കൊടുക്കുന്നതിൽ എന്താ ഇത്ര അത്ഭുതപ്പെടാനുള്ളത്, അതിനെന്താ ഇത്ര കുഴപ്പം എന്നിങ്ങനെ ജലജയോട് നമ്മുടെ ദേവയാനിയോടും കൂടിയായിട്ട് നമ്മുടെ കനക ചോദിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ജലജ പറയണം, ഇവർക്കൊന്നും അർഹതപ്പെടാതെ നിൻ്റെ 2 മക്കളും ഇങ്ങോട്ടേക്ക് കയറി വന്നത്, എന്നിട്ട് ഇവളുമാർക്കൊക്കെ ഇത്രയേറെ സൗഭാഗ്യങ്ങളൊക്കെ കൊടുക്കേണ്ട കാര്യം എന്താണ് എന്നൊക്കെ ഇങ്ങനെ ജലജ ചോദിക്കുകയാണ്. അപ്പോൾ ആ സമയത്തിന് നമ്മുടെ ദേവയാനി അവിടെ നിന്ന് എഴുന്നേറ്റൊരു പോക്ക് പോവുകയാണ്. നേരെ ആദർശിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. ആദർശ് മുറിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ദേവയാനി അങ്ങോട്ട് ചെന്നിട്ട് ചോദിക്കണം, ആദർശേ എന്താടാ ഇതിൻ്റെയൊക്കെ അർത്ഥം, എന്താ അമ്മേ ഞാൻ ഈ കാണുന്നതിൻ്റെയൊക്കെ അർത്ഥം എന്താണ് എന്ന്. അമ്മ ഇതെന്താ അമ്മ ഉദ്ദേശിക്കുന്നത്, എടാ നീ എന്തിനാടാ നയനയ്ക്ക് മാല വാങ്ങിച്ചുകൊണ്ട് കൊടുത്തത്, അവൾ ആവശ്യപ്പെട്ടിരുന്നോ നിന്നോട് മാല വേണമെന്ന്? ഏയ് അവളങ്ങനെ ആവശ്യപ്പെട്ടിട്ടൊന്നുമില്ല, അവൾക്കങ്ങനെ അധികം സ്വർണ്ണമൊന്നും ധരിക്കുന്ന കൂട്ടത്തിലല്ലല്ലോ, അവൾക്ക് അതിനോടൊന്നും ഒട്ടും താല്പര്യമില്ല, ഇത് ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടത്തിന് വാങ്ങിച്ചുകൊണ്ട് കൊടുത്തതാ അമ്മേ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ദേവയാനി ചോദിക്കണം, അതിൻ്റെ ആവശ്യം എന്താ, അവൾക്കങ്ങനെ സ്വർണം വാങ്ങിച്ചു കൊടുക്കേണ്ട ആവശ്യം എന്താണെന്നാണ് ഞാൻ നിന്നോട് ചോദിക്കുന്നത് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ആദർശ് പറയണം, അമ്മേ അവളിപ്പം വരച്ചിരുന്ന ആ ഒരു ഡിസൈൻ ഇല്ലേ, ആ ഡിസൈൻ മൂലം കോടികളുടെ ഓഫറാണ് നമുക്ക് കിട്ടിയത്, അപ്പോൾ അതിലൊരു ഓഹരി അവൾക്ക് കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അവൾക്കത് വേണ്ട, അപ്പോൾ പിന്നെ ഒരു ഗിഫ്റ്റെങ്കിലും അവൾക്ക് വാങ്ങിച്ച് കൊടുക്കണ്ടേ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ദേവയാനി പറയുകയാണ്, അതിൻ്റെ ഒന്നും ഒരാവശ്യമില്ല, അവളെയൊന്നും അങ്ങനെ അംഗീകരിക്കേണ്ട കാര്യമില്ല, പിന്നെ അവളിങ്ങനെയൊക്കെ ഓരോന്ന് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവളെ കടമയാണ്, അവളിവിടെ 3 നേരം ഭക്ഷണമൊക്കെ കഴിച്ച് സന്തോഷമായിട്ടല്ലേ ഇവിടെ ജീവിക്കുന്നത്, പിന്നെ അതിൽ കൂടുതൽ അവൾക്ക് ഗിഫ്റ്റ് കൊടുക്കേണ്ട ആവശ്യം എന്താണ് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ആദർശ് പറയാണ്, അത് ശരിയല്ലമ്മേ, നമുക്കൊരു ഉപകാരം ചെയ്യുമ്പോൾ നമ്മൾ അവർക്ക് നേരെ തിരിഞ്ഞ് നിൽക്കുന്നത് ശരിയല്ല, അതുമാത്രമല്ല കുട്ടിക്കാലം മുതൽക്ക് ഞാൻ എൻ്റെ അച്ഛനെ അമ്മയെ അനുകരിച്ചല്ല വളർന്നത്, ഞാൻ എൻ്റെ മുത്തച്ഛനെ മാത്രം അനുകരിച്ചാണ് വളർന്നത്, അപ്പോൾ മുത്തച്ഛൻ്റേതായിട്ടുള്ള കുറേ സ്വഭാവങ്ങൾ എനിക്കും കിട്ടിയിട്ടുണ്ട്, അതുമാത്രമല്ല അമ്മ എന്തിനാണ് ഇത്രയേറെ അകൽച്ച കാണിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാര്യം മുത്തച്ഛനാണെങ്കിൽ ഒരു ആരെയും വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിവുള്ള ഒരു വ്യക്തിത്വമാണ് നമ്മുടെ മുത്തച്ഛൻ. എന്നിട്ടും മുത്തച്ഛൻ ഇങ്ങനെ നയനെ ഇത്രയും ചേർത്ത് പിടിക്കുമ്പോൾ, നയനോട് ഇത്രയും ബഹുമാനവും സ്നേഹവും കാണിക്കുകയും അവൾ ഈ വീട്ടിൽ നിന്ന് പോവരുതെന്ന് മുത്തച്ഛൻ അത്രയേറെ ശാഠ്യം പിടിക്കുന്നുണ്ടെങ്കിൽ അവൾക്ക് എന്തെങ്കിലുമൊക്കെ കഴിവുകളും അതുപോലെ തന്നെ അവൾക്ക് എന്തെങ്കിലുമൊക്കെ ക്വാളിറ്റി ഉള്ളത് കൊണ്ട് തന്നെയല്ലേ അമ്മേ. അതുകൊണ്ട് മുത്തച്ഛൻ ചേർത്ത് പിടിക്കുന്ന ഒരാളിനോട് അവഗണന കാണിക്കേണ്ട കാര്യമില്ല എന്നിങ്ങനെ ആദർശ് പറയുകയാണ്. അതിനുശേഷം ആദർശ് പറയുകയാണ്, ഇപ്പോൾ അമ്മ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് കേട്ടിട്ട് അവൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ മുത്തച്ഛൻ ആകെ പ്രശ്നം ഉണ്ടാക്കും. എന്നോട് തന്നെ മുത്തച്ഛൻ പറയും പോയി നയനെ വിളിച്ചുകൊണ്ട് വരാൻ, അപ്പോൾ എനിക്ക് അനുസരിക്കാതിരിക്കാനും പറ്റില്ല. പിന്നെ എന്തിനാണ് അമ്മ മനഃപൂർവ്വം നമ്മളായിട്ട് ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. പിന്നെ നയനയുടെ ഭാഗം നോക്കുകയാണെങ്കിൽ നമ്മളാരും ഉദ്ദേശിക്കാതെ അല്ലെങ്കിൽ നമ്മളാരും ആഗ്രഹിക്കാതെ തന്നെയാണ് അവൾ ഈ വീട്ടിൻ്റെ മരുമകളായിട്ട് വന്നത്. അതൊക്കെ ശരിയാണ് എന്ന് കരുതി അവളെ ഞാൻ ഒരുപാട് അവഗണിക്കുന്നുണ്ട് എന്നിങ്ങനെ പറയണം. ആദർശ് പറയാണ്, അവളെ ഞാൻ ഒരുപാട് അവഗണിക്കുന്നുണ്ട്. ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ഭാര്യയോട് പുലർത്തേണ്ട ഒരു നീതിയും ഞാൻ അവളോട് പുലർത്തുന്നില്ല, എല്ലാം എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ അത് കേൾക്കുമ്പോൾ ഇത് കേട്ട് നിൽക്കുകയാണ് നമ്മുടെ നയന അങ്ങോട്ടേക്ക് വരികയാണ്. ഇവർ തമ്മിലുള്ള സംസാരം മുഴുവനും നയന മുറിയുടെ പുറത്ത് നിന്ന് കേട്ടുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ദേവയാനി പറയാണ്, അതെനിക്കറിയാം, നിനക്ക് അവളോട് മാനസികമായിട്ടൊരു സ്നേഹമൊക്കെ ഉണ്ടെന്നുള്ള കാര്യമൊക്കെ എനിക്ക് നന്നായിട്ടറിയാം. ഇതൊക്കെ എന്നെ കാണിക്കാൻ വേണ്ടിയിട്ട് നീ കാണിക്കുന്ന അഡ്ജസ്റ്റ്മെൻ്റ് ആണെന്നും എനിക്കറിയാം. പക്ഷേ ഒരു കാര്യം നീ ഓർത്തു വെച്ചോ, അച്ഛൻ്റെ കാലം വരെ മാത്രമേ അവൾ ഈ കുടുംബത്തിലുണ്ടാവൂ. അത് കഴിയുമ്പോൾ എനിക്കറിയാം അവളോട് എന്ത് വേണമെന്നുള്ള കാര്യം. അത് എൻ്റെ തീരുമാനം മാത്രമേ ഇവിടെ നടക്കൂ. അതുകൊണ്ട് നീ അവളെക്കുറിച്ച് കൂടുതലൊന്നും സ്വപ്നം കാണണ്ട എന്ന് പറഞ്ഞിട്ട് ദേവയാനി താഴേക്ക് ഇറങ്ങി പോവുകയാണ്.
അങ്ങനെ ദേവയാനി താഴേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴത്തേക്ക് അവിടെ നയനയുണ്ട്, അതുപോലെ ജലജയുണ്ട്, നമ്മുടെ കനകയുണ്ട്, അതുപോലെ നവ്യയുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് ഇറങ്ങി ചെന്നിട്ട് നമ്മുടെ ദേവയാനി പറയണ, ഞാൻ എല്ലാ കാര്യവും ആദർശിനോട് ചോദിച്ചു, എനിക്ക് മനസ്സിലായി അവൻ ഗിഫ്റ്റായിട്ട് തന്നെയാണ് നിനക്കിത് വാങ്ങിച്ചുകൊണ്ട് തന്നതെന്ന്, നീ ആവശ്യപ്പെട്ടിട്ടല്ല അവൻ വാങ്ങിച്ചുകൊണ്ട് തന്നതെന്നും അവൻ പറഞ്ഞു എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ നയന പറയണ, അതെ അമ്മേ, ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല, ഇതെന്നല്ല ഒന്നും ഞാൻ ആവശ്യപ്പെടാറില്ല, കാരണം പൊതുവേ ഞാൻ ആരോടും ഒന്നും ആവശ്യപ്പെടുന്ന കൂട്ടത്തിലല്ല. പിന്നെ സ്വർണത്തിനോട് എനിക്ക് പണ്ട് മുതൽക്കേ അത്ര ഇഷ്ടമൊന്നുമല്ല, എനിക്കത്ര ഇഷ്ടമൊന്നുമല്ല സ്വർണത്തിനോട്, പ്രത്യേകിച്ച് ഇത്ര വലിയ മാലയും കമ്മലും അങ്ങനെ ഒന്നും എനിക്ക് ആഗ്രഹമില്ല എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ നമ്മുടെ ദേവയാനി പറയുകയാണ്, പിന്നെ ഒരു കാര്യം നിങ്ങളോട് അമ്മയോടും മക്കളോടായിട്ട് ഞാൻ പറയുകയാണ്, അമ്മയോടും മക്കളോടുമായിട്ട് ഞാൻ പറയുകയാണ്. അതായത് അനിയുടെ കല്യാണം ആവാറായിട്ടുണ്ട്. അവൻ്റെ ഭാര്യയായിട്ട് വരുന്ന പെൺകുട്ടി നമ്മുടെ തറവാടുമായിട്ട് നല്ല രീതിയിൽ ഒത്തുചേരുന്ന ഒരു പെൺകുട്ടിയാണ്. കാരണം നമ്മളെ കുടുംബവും അവരുടെ കുടുംബവും തമ്മിൽ ഏത് രീതിയിൽ വെച്ച് നോക്കിയാലും നല്ല ചേർച്ചയുള്ള ഒരു കുടുംബമാണ്. ആർക്കും കുറ്റം പറയാൻ പറ്റാത്തൊരു തറവാടാണ് അവർക്കുള്ളതും. അതുകൊണ്ട് തന്നെ ആ പെൺകുട്ടിയായിരിക്കും ഈ വീട്ടിലെ മരുമകളായിട്ട് വന്നാലും അങ്ങനെയല്ല, അതുകൊണ്ട് തന്നെ അവൾ ഈ വീട്ടിലെ മരുമകളായിട്ട് വരുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ബഹുമാനവും കാര്യങ്ങളും ഒക്കെ അവൾക്ക് നിങ്ങൾ കൊടുക്കണം എന്നിങ്ങനെ പറയുകയാണ്. നീയായിരിക്കും, നയനയോട് പറയുകയാണ്, നീയായിരിക്കും ഒരുപക്ഷെ ഈ കുടുംബത്തിലെ മൂത്ത മരുമകൾ, പക്ഷേ ആ സ്ഥാനം നിനക്ക് വെറുതെ പറയാന്നേ ഉള്ളൂ. ശരിക്കും ഈ കുടുംബത്തിൻ്റെ അവകാശിയും മരുമകളുടെ സ്ഥാനവും അനാമികയ്ക്ക് അവകാശപ്പെട്ടതാണ്, അല്ലാതെ നിനക്കോ നിൻ്റെ ചേച്ചിക്കോ അവകാശപ്പെട്ടതല്ല. നിങ്ങൾ രണ്ടുപേരും ഇന്നല്ലെങ്കിൽ നാളെ പുറത്ത് പോകേണ്ടവർ തന്നെയാണ് എന്നിങ്ങനെ ദേവയാനി പറയുകയാണ്. എന്നിട്ട് ദേവയാനി പറയുകയാണ്, പിന്നൊരു കാര്യം നിന്നോട് പറഞ്ഞേക്കാം, അനാമിക ഇവിടെ വന്നു കഴിയുമ്പോൾ അനാമികയുടെ എല്ലാ കാര്യങ്ങളും നീ തന്നെ നോക്കണം എന്നിങ്ങനെ പറയുകയാണ്. നിങ്ങൾ രണ്ടുപേരും കൂടി നോക്കേണ്ടതാണ്, പക്ഷേ നവ്യ ഗർഭിണി ആയതുകൊണ്ട് നവ്യയെ ഒഴിവാക്കിയിരിക്കുകയാണ്. അനാമിക വരുമ്പോൾ അനാമികയുടെ ദാസി മാത്രമായിരിക്കും നീ ഇവിടെ, അല്ലാതെ നിനക്കിവിടെ ഒരു സ്ഥാനവും ഞാൻ തരില്ല എന്നിങ്ങനെ പറയുകയാണ് നമ്മുടെ ദേവയാനി. അതിനുശേഷം പറയുകയാണ്, അവളുടെ പാദസേവ ചെയ്യാനുള്ള അർഹത മാത്രമേ നിനക്കിവിടെ ഉള്ളൂ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഇങ്ങനെ കനകയ്ക്ക് അത് കേൾക്കുമ്പോൾ ഭയങ്കര സങ്കടമാവുകയാണ്. എന്നിട്ട് നമ്മുടെ ദേവയാനി പറയണേ, നിങ്ങൾ രണ്ടുപേരും നല്ല വഴിക്കല്ല ഈ കുടുംബത്തിലേക്ക് കയറിയത്, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ കുടുംബത്തിൽ ഒരു അവകാശം ഉണ്ടാവില്ല. ഈ കുടുംബം നോക്കുകയും ഇവിടെ ഭരിക്കുകയും ചെയ്യുന്നത് ഈ വീട്ടിന് യോജിച്ച മരുമകൾ എന്ന നിലയിൽ അനാമിക തന്നെ ആയിരിക്കും എന്നിങ്ങനെ പറയുകയാണ്. അവസാനം സഹി ഇട്ടിട്ട് നമ്മുടെ നയന ചോദിക്കുകയാണ്, അമ്മ ഇത്രയും നേരം പറയുന്നുണ്ടല്ലോ, അമ്മ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഞാനും എൻ്റെ ചേച്ചിയും ഈ കുടുംബത്തിന് യോജിച്ചവരല്ല, നമ്മൾ വളഞ്ഞ വഴിയിലാണ് ഈ കുടുംബത്തിലേക്ക് വന്നിട്ടുള്ളതെന്ന്. അതൊക്കെ ശരി തന്നെ ആയിരിക്കും, അത് കള്ളോണെന്ന് പറയുന്നില്ല. പക്ഷേ നല്ല രീതിയിൽ കൊണ്ടുവരുന്ന ഈ അനാമിക നമ്മുടെ കുടുംബത്തിന് യോജിച്ച രീതിയിൽ പെരുമാറുകയും എല്ലാവരോടും ആ രീതിയിൽ നിൽക്കുകയും ചെയ്യുമെന്നുള്ള കാര്യത്തിൽ അമ്മയ്ക്ക് വല്ല ഉറപ്പുണ്ടോ എന്നിങ്ങനെ ചോദിക്കുകയാണ് നയന. അത് കേൾക്കുമ്പോൾ ദേവയാനിയുടെ വായടയുകയാണ്. എന്നാലും ദേവയാനി പറയുകയാണ്, ഒന്നും വിട്ടുകൊടുക്കൂലല്ലോ ദേവയാനി പറയുകയാണ്, അതൊക്കെ പിന്നീടുള്ള കാര്യമല്ലേ, അതേക്കുറിച്ചൊന്നും നീ ഇപ്പം വേവലാതിപ്പെടണ്ട. എന്ത് തന്നെയാണെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടല്ലോ, എൻ്റെ വായടപ്പിക്കാൻ നീ വന്നേക്കരുത്. ഞാൻ ഇപ്പോഴേ പറഞ്ഞേക്കാം, നിങ്ങൾ രണ്ടുപേരും അവളുടെ ദാസിമാരും മാത്രമായിരിക്കും എന്നിങ്ങനെ പറഞ്ഞിട്ട് ദേവയാനി കയറി പോവുകയാണ്. അപ്പോൾ നമ്മുടെ നവ്യ പറയണേ, എന്തിനാ നയനെ നീ ഈ പറയുന്നതൊക്കെ കേട്ടുകൊണ്ട് നിൽക്കുന്നത്? നിൻ്റെ ഭർത്താവ് നിനക്കൊരു വിലയും വെച്ചിട്ടില്ല, പിന്നീട് ഇപ്പോൾ ഈ ഗിഫ്റ്റൊക്കെ കൊണ്ടു തന്നേക്കെ ശരി തന്നെ, എന്തിനാ ഈ തള്ളയൊക്കെ ഇങ്ങനെ പറയുന്നത് മുഴുവനും കേൾക്കാൻ നിൽക്കുന്നത്? നിനക്ക് നല്ല മറുപടി കൊടുത്തൂടെ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ നയന പറയണം, അങ്ങനെയല്ല ചേച്ചി, ചേച്ചിയുടെ അമ്മായിയമ്മക്കല്ല ഇവരുടെ മനസ്സിൽ ഇത്തിരിയൊക്കെ നന്മകളൊക്കെ ഉള്ള സ്ത്രീയാണ് ഇവർ. പിന്നെ ഇവർക്ക് എന്നെ മാനസികമായിട്ട് ഉൾക്കൊള്ളാൻ ഇതുവരെയും പറ്റിയിട്ടില്ല. അതിൻ്റേതായിട്ടുള്ള ചില പൊരുത്തക്കേടുകളും പ്രശ്നങ്ങളുമാണ് ഈ കാണുന്നതൊക്കെ. പിന്നീട് എന്ന് പറഞ്ഞാൽ ഞാൻ പരമാവധി ക്ഷമിക്കാനായിട്ട് ശ്രമിക്കുകയാണ് മുത്തശ്ശിയും ഓർത്തിട്ട്. പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പറയേണ്ട സമയത്ത് പറയാനും എനിക്ക് നന്നായിട്ട് അറിയാം. അത് വേണ്ട രീതിയിൽ പറയേണ്ട സമയത്ത് ഞാൻ പറയുക തന്നെ ചെയ്യും എന്നിങ്ങനെ പറയുകയാണ്. അത് കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ കനക പറയണം, മോളെ എന്തായാലും നിന്റെ തലയിലെഴുത്ത് ഇങ്ങനെ ആയിപ്പോയല്ലോ മോളെ, ഇനി വന്നു കയറുന്ന പെണ്ണിൻ്റെ പാദസേവയും കൂടി നീ ചെയ്യണമെന്ന് പറഞ്ഞാൽ അതെങ്ങനെ അംഗീകരിക്കാൻ പറ്റും എന്നിങ്ങനെ കനക ചോദിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ നയന പറയണ, അമ്മ അതോർത്തൊന്നും വിഷമിക്കണ്ട, അല്ലെങ്കിൽ തന്നെ ഈ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ഞാനല്ലേ അമ്മേ നോക്കുന്നത്, പിന്നെ ആ പെൺകുട്ടിയും കൂടെ വരികയാണെങ്കിൽ അവളുടെ കാര്യം കൂടി അധികമായിട്ട് നോക്കേണ്ടി വരുമായിരിക്കും, അതിൽ കൂടുതലൊന്നും അല്ലല്ലോ എന്നിങ്ങനെ പറയുകയാണ്. അതിനുശേഷം നമ്മുടെ നയന കയറി പോവുകയാണ്. അപ്പോൾ ആ സമയത്തിന് നമ്മുടെ നവ്യ പറയാണ്, കഷ്ടം തന്നെയാണ് അമ്മ ഇവളുടെ കാര്യം, ഇവൾ എന്തിനാ ഇങ്ങനെ മാട് കണക്ക് കിടന്ന് എല്ലാവരെയും ഇങ്ങനെ സഹിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് നവ്യ ഇങ്ങനെ പറയുകയാണ്. അതിനുശേഷം കുറച്ച് സമയം കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ
നയന ഇങ്ങനെ ഇരിക്കുകയാണ്, നവ്യയും നയനയും കൂടി ഇങ്ങനെ ഒരിടത്തിരിക്കുകയാണ്. അപ്പം നവ്യ ഇങ്ങനെ മാലയൊക്കെ പിടിച്ച് നോക്കുകയാണ്, നമ്മുടെ നയനയുടെ മാലയൊക്കെ പിടിച്ച് നോക്കിയിട്ട് മോളെ നന്നായിട്ടുണ്ട്, നല്ല മാല, നിനക്ക് നന്നായിട്ട് ചേരുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ ഇത് എത്രയുണ്ടെന്നൊക്കെ ചോദിക്കുമ്പോൾ ഇത് 11.5 പവനുണ്ടെന്ന് ആദർശേട്ടൻ പറഞ്ഞു എന്ന് പറയുമ്പോൾ കനക പറയുകയാണ്, ഒരു 6 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വിലയുണ്ട് അപ്പം ഇതിന് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ നയന പറയാണ്, ചേച്ചി എനിക്കിതിനോടൊന്നും അത്ര വലിയ താല്പര്യമൊന്നുമില്ല, ഇത് ഞാൻ ചേച്ചിക്ക് തരുമായിരുന്നു, ആദർശേട്ടൻ ഇതെനിക്ക് ഗിഫ്റ്റായിട്ടല്ല തന്നത് എങ്കിൽ ഇത് ചേച്ചിക്ക് ഞാൻ തന്നേനെ, പക്ഷേ ഗിഫ്റ്റ് തരുന്ന സാധനം ഞാൻ എങ്ങനെയാണ് ചേച്ചി തരുന്നത് എന്നിങ്ങനെ പറയണം. അപ്പോൾ നവ്യ പറയണം, വേണ്ട മോളെ വേണ്ട, എനിക്കതിൻ്റെ ഒന്നും ആവശ്യമില്ല, നീ തന്നെ ഇട്ടേരെ, നിൻ്റെ ഭർത്താവ് നിനക്ക് സ്നേഹത്തോട് തന്നതല്ലേ എന്നിങ്ങനെ പറയുകയാണ് നമ്മുടെ നവ്യ പറയുകയാണ്. അതിന് ശേഷം എന്ന് വെച്ചാൽ നമ്മുടെ അജയനും അതുപോലെ ജാനകിയും കൂടെ ഇരുന്ന് അനിയുടെ കല്യാണം വിളിക്കാനുള്ള ലെറ്ററിലൊക്കെ പേരും സംഭവങ്ങളൊക്കെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് വരികയാണ് നമ്മുടെ ദേവയാനി വന്നിട്ട് ചോദിക്കുകയാണ്, ആഹാ വിവാഹമൊക്കെ വിളിച്ച് തീരാറായോ, എന്തരായി എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ തിരക്കുകയാണ്. അപ്പോൾ അജയൻ പറയുകയാണ്, കുറേ പേരെടുത്തൊക്കെ പറഞ്ഞു, ഇനിയും കുറച്ച് പേരെടുത്തൊക്കെ പറയാനുണ്ട് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് ദേവയാനി പറയുകയാണ്, എല്ലാവരുടെ അടുത്തും വിളിച്ച് പറയണം, ശരിക്കും പറയുകയാണെങ്കിൽ ഇതിനു മുമ്പ് 2 മരുമക്കൾ ഈ കുടുംബത്തേക്ക് വന്നു കയറിയെങ്കിലും നല്ല മാർഗത്തിലൂടെയൊന്നും അല്ലല്ലോ അവർ വന്നു കയറിയത്, അതുകൊണ്ട് തന്നെ അവരെ മരുമക്കളായിട്ട് അംഗീകരിക്കാനും പറ്റില്ല. ശരിക്കും പറയുകയാണെങ്കിൽ ഇളയതാണെങ്കിലും അനിക്ക് വരുന്ന പെണ്ണ് തന്നെയാണ് നമ്മുടെ കുടുംബത്തിൻ്റെ മരുമകൾ, മറ്റുള്ളവരൊക്കെ വെറും വേസ്റ്റുകൾ എന്നുള്ള രീതിയിൽ സംസാരിക്കുകയാണ്. അപ്പോൾ എന്നിട്ട് നമ്മുടെ ദേവയാനി പറയുകയാണ്, ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ ഇവളുമാർക്ക് 2 എണ്ണത്തിനും മനസ്സ് നിറയെ കുശുമ്പ് കൊണ്ട് കിടക്കുകയാണ്, ശരിക്കും പറയുകയാണെങ്കിൽ അനാമികയോട് ഇവർക്ക് 2 പേർക്കും അസൂയയാണ് എന്നിങ്ങനെ പറയണം. അത് കേൾക്കുമ്പോഴത്തേക്ക് നമ്മുടെ ജാനകി പറയണം, ഏട്ടത്തി പറയുന്നത് ചിലപ്പോൾ നവ്യയുടെ കാര്യത്തിൽ ചിലപ്പോൾ ശരിയായിട്ട് വരും, എന്തായാലും നയനയുടെ കാര്യത്തിൽ അങ്ങനെയൊന്നുമല്ല, അവൾ നല്ല കുട്ടിയാണ് എന്നിങ്ങനെ പറയണം, ഏട്ടത്തി മാത്രമേ നയനെ പറ്റി ഇങ്ങനെ പറയുള്ളൂ എന്നിങ്ങനെ പറയണം. അപ്പോൾ അജയൻ പറയണം, ഇതുവരെയായിട്ടും ഏട്ടത്തിയുടെ മരുമകളെ പിടികിട്ടിയിട്ടില്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ദേവയാനി പറയണം, എന്തൊക്കെ തന്നെയാണെങ്കിലും അവളെ ഞാൻ ഒരിക്കലും അംഗീകരിക്കുന്ന പ്രശ്നമല്ല, പിന്നെ അനിയെ നീയാണ് പ്രസവിച്ചതെങ്കിലും അവന് വേണ്ടത്ര വാത്സല്യമൊക്കെ കൊടുത്ത് അവനെ വളർത്തിയത് ഞാനാണ്, അതുകൊണ്ട് അവൻ്റെ കാര്യത്തിൽ ഞാൻ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല, അനാമിക തന്നെയായിരിക്കും എൻ്റെ മരുമകൾ, അതുകൊണ്ട് എൻ്റെ മരുമകൾക്ക് വേണ്ട എല്ലാ അംഗീകാരവും എല്ലാ സ്ഥാനവും ഈ കുടുംബം ഭരിക്കാനുള്ള എല്ലാം ഞാൻ അവൾക്കായിരിക്കും കൊടുക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അതിനുശേഷം നമ്മുടെ നമ്മുടെ ജാനകി പറയാണ്, നമ്മളിതൊക്കെ പറയുകയും കല്യാണം വിളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും എനിക്കിപ്പോഴും അതിലൊന്നും ഒരു താല്പര്യമില്ല, കല്യാണം നീട്ടിക്കൊണ്ട് പോകുന്നതാണ് അവൻ ഏത് നേരവും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, എനിക്ക് തോന്നുന്നു ഇനി അവന് ഏതെങ്കിലും പെൺകുട്ടിയായിട്ട് ഇഷ്ടത്തിലങ്ങനെ ആണോ എന്തോ അതും അറിയാൻ പറ്റുന്നില്ല, അതവൻ തുറന്ന് പറയുന്നുമില്ല എന്നിങ്ങനെ പറയണം നമ്മുടെ ജാനകി. അത് കേൾക്കുമ്പോൾ ദേവയാനി പൊട്ടിത്തെറിക്കുകയാണ്. ദേവയാനി പറയണം, ഈ കുടുംബത്തിൽ അർഹതയില്ലാത്തവരാ 2 പെൺപിള്ളേർ കയറി വന്നത്, അവളുമാരെ എങ്ങനെ ഇവിടുന്ന് ഓട്ടിക്കണമെന്ന് പറഞ്ഞാൽ ഞാനിരിക്കുന്നത്, അതിൻ്റെ ഇടയിലാണ് ഇനി ഒരുത്തിയെ കൂടെ കൊണ്ടുവരികയാണെങ്കിൽ അതൊരിക്കലും ഇവിടെ നടക്കാൻ പോകുന്നില്ല, ഞാൻ സമ്മതിക്കില്ല, ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ അനിയും കൂടി അങ്ങനെ ഒരു ദുരന്തത്തിൽ ചെന്ന് ചാടാൻ ഞാൻ അനുവദിക്കില്ല, അതുകൊണ്ട് അനാമികയല്ലാതെ അനിയുടെ ജീവിതത്തിൽ ഒരു പെൺകുട്ടി ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ദേവയാനി പറയുകയാണ്. അവൻ്റെ മനസ്സിൽ അങ്ങനെ ആരോടെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതങ്ങ് വിട്ടുകളയാൻ പറഞ്ഞേരെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ദേവയാനി ഒറ്റൊരു പോക്കങ്ങ് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ പോയി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ അജയൻ നമ്മുടെ ജാനകിയോട് പറയുകയാണ്, ഏട്ടത്തിക്ക് ഇതുവരെയും നയനയുടെ മനസ്സോ നയനയെ പിടി കിട്ടിയിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്, നയനെ പോലെ ഇത്രയും തങ്കപ്പെട്ട ഒരു പെൺകുട്ടിയെ മരുമകളായിട്ട് കിട്ടിയിട്ടും ഏട്ടത്തിക്കത് അറിയാൻ പറ്റാതെ പോണല്ലോ എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ നമ്മുടെ ജാനകി അതിന് ഒത്തു പറയുകയാണ്, അത് ശരിയാണ്, പത്തരമാറ്റ് പോലെ ഒരു പെൺകുട്ടിയെ കിട്ടിയിട്ട് അതിന് മനസ്സിലാക്കാൻ ഏട്ടത്തേക്ക് ഇതുവരെയും പറ്റിയിട്ടില്ലല്ലോ എന്ന് നമ്മുടെ ജാനകിയും കൂടി പറയുകയാണ്. അതേസമയത്ത് നമ്മുടെ നയന സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് വരികയാണ്. അങ്ങനെ നമ്മുടെ നയനയെ കാണിച്ചിട്ട് പത്തരമാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് കഴിയുകയാണ്. പത്തരമാറ്റ് സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടവരെല്ലാവരും ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ എല്ലാം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്തേക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഒന്ന് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ റിവ്യൂമായിട്ടും പ്രൊമോ വീഡിയോയുമായിട്ടൊക്കെ ഞാൻ ഉടനെ പറന്ന് വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബൈ.